മന്ത്രി എം.ബി. രാജേഷിന്റെ മണ്ഡലത്തിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ ജിംനേഷ്യത്തിൽ അഴിമതി ആരോപണം. ജൂൺ 22-നാണ് ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ 3-ാം ദിവസം മുതൽ ഉപകരണങ്ങൾ തകർന്നു തുടങ്ങിയതായി UDF പ്രവർത്തകരുടെ ആരോപണമുയരുന്നു. ഇക്കാര്യത്തിലെ മന്ത്രിയുടെ പങ്ക് കൃത്യമായി അന്വേഷിക്കണം എന്നുകൂടി ആവശ്യം ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ്. കാരണം 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയുടെ അതിന്റെ ഗുണനിലവാരം ഇതാണ് എന്ന് പറയുമ്പോൾ, ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര വലിയൊരു തകർച്ച നേരിട്ടു എന്ന് പറയുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലുള്ള പദ്ധതികൾ നിയോജകമണ്ഡലത്തിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വലിയ അഴിമതികളിലേക്കാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നും നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുകയാണ്. അരുൺ ആലത്തൂർ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. അരുൺ, വിശദാംശങ്ങൾ. കഴിഞ്ഞ ജൂൺ 22-നാണ് ഈ പാലക്കാട് ചാലിശ്ശേരിയിൽ ഓപ്പൺ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തത്. ഈ ജിംനേഷ്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. 20 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ജിംനേഷ്യം. പക്ഷേ നിർമ്മാണം കഴിഞ്ഞ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ 3 ദിവസം പിന്നിടുമ്പോഴേക്കും നിരവധി ഉപകരണങ്ങൾ കേടുപാട് സംഭവിച്ചു എന്നുള്ളതാണ്. 5 ഉപകരണങ്ങളെ കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് അവിടെ നിന്നും മാറ്റിയിരിക്കുന്നു എന്നുൾപ്പെടെയാണ് ഈ UDF പ്രവർത്തകർ പറയുന്നത്. സംഭവത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും മന്ത്രി എം.ബി. രാജേഷിനെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളതുമാണ് UDFന്റെ ആരോപണം. അതേസമയം തന്നെ എം.ബി. രാജേഷിന്റെ ഓഫീസിൽ നിന്നും പറയുന്നത് ഈ ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്തതിൽ വന്ന വീഴ്ചയാണ്. കരാറുകാരനെ ഇത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ഏതായാലും ഈ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തപ്പോൾ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും വലിയ ഒരു അഴിമതി ആരോപണവുമായിട്ടാണ് UDF ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.